എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ കുഞ്ഞു ഫാമിലിയിലേക്ക് സ്വാഗതം. മുട്ടയും ചീരയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി കോമ്പിനേഷൻ റെസിപ്പി നോക്കിയാലോ. ചൂടായ പാനിൽ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കുവാണേ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണേ. ആദ്യം തന്നെ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെന്ന് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ചീര റെഡിയാക്കാൻ വെച്ച് കഴിഞ്ഞാൽ അത് വേഗം റെഡിയായി കിട്ടും. അപ്പം നമ്മൾ ആദ്യം ഇതങ്ങ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചീര റെഡിയാക്കാൻ പോവുകയാണേ. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുകും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു വറ്റലമുളക്, പിന്നെ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചീര ചേർത്ത് വെക്കാം. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത ചീര ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുവാണേ. ചീരയ്ക്കകത്തോട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചീര റെഡിയായി കിട്ടാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 3 മിനിറ്റ് മതിയായിരിക്കും. ചീര തയ്യാറാക്കുമ്പോൾ അത് മൂടി വെക്കാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ തുറന്ന് വെച്ച് വേണം നമ്മളതൊന്ന് വേവിച്ചെടുക്കാൻ. ചീര വേഗം വാടി കിട്ടും. അതുകൊണ്ട് നമ്മളിത് ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പം തന്നെ ചീര റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മുട്ടയുടെ വലിയ പീസായിട്ട് വല്ലതും കിടപ്പുണ്ടെങ്കിൽ ഒന്ന് ഉടച്ച് കൊടുത്തേക്കണേ. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഇളക്കി ആ ചീരയും മുട്ടയും കൂടെ നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചീര മുട്ട തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ചീര തന്നെ തയ്യാറാക്കുമ്പോൾ കഴിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇന്നലെ നമ്മുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.